ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ മനുഷ്യൻ ഒളിഞ്ഞിരിക്കാനുള്ള അപൂർവമായ ഒരു വിദ്യ പഠിക്കുന്നു. കുറെ പരാജയങ്ങൾക്ക് ശേഷം 5ാം ശ്രമത്തിൽ നിശബ്ദമായ ചലനങ്ങളിലൂടെയും കാവൽക്കാരുടെ ദൃഷ്ടി പതിയാത്ത ഇടങ്ങൾ കണ്ടെത്തിയും അയാൾ വിജയിക്കുന്നു. നടക്കുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കാൻ അയാൾ ഷൂസ് ഊരിമാറ്റുകയും സീലിംഗിനടുത്തുള്ള ഇരുമ്പ് കമ്പികളിൽ തൂങ്ങിക്കിടക്കാനും ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനും പഠിക്കുന്നു. തുടക്കത്തിൽ ഇരുട്ടുള്ള മൂലകളിൽ കാവൽക്കാരൻ അയാളെ കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് ആർക്കും കാണാൻ കഴിയാത്ത വിധം അയാളുടെ തന്ത്രം വികസിച്ചു. കാവൽക്കാരൻ അറിയാതെ അയാളുടെ തൊട്ടുപിന്നിൽ നിന്ന് ഓരോ ചലനങ്ങളെയും അനുകരിക്കാൻ കഴിയുന്നിടത്തോളം അയാൾ അത് പരിശീലിച്ചു. സ്വന്തം നിഴൽ പോലും മറയ്ക്കാനും ചുറ്റുപാടുകളുമായി മനസ്സിനെ പൊരുത്തപ്പെടുത്താനും അയാൾ പഠിച്ചെടുത്തു. ഒരു പരിശോധനയ്ക്കിടയിൽ തറയിൽ കിടക്കുന്ന വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും കാവൽക്കാരന് കണ്ടെത്താനായില്ല. ഭയവും ദേഷ്യവും തോന്നിയ കാവൽക്കാരൻ തറയിലെ ഒരു നിഴലിനു നേരെ ലാത്തി വീശിയെങ്കിലും ആ മനുഷ്യൻ ചിരിക്കുക മാത്രം ചെയ്തു. അയാളുടെ കൈപ്പത്തിയിൽ ഒരു കണ്ണ് വരച്ചു ചേർത്തിരുന്നു. കാവൽക്കാരന്റെ ചിന്തകൾ അയാൾ വായിക്കുന്നത് പോലെയായിരുന്നു അത്. അവസാനം ഒരു പ്രേതത്തെപ്പോലെ അദൃശ്യനായി നിന്നുകൊണ്ട് അയാൾ കാവൽക്കാരനെ ശക്തിയായി തള്ളുകയും തുടർച്ചയായി ആക്രമിച്ച് നിലത്തിടുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് ഭ്രാന്തെടുത്ത കാവൽക്കാരൻ സെല്ലിന്റെ ഓരോ ഇഞ്ചും പരിശോധിച്ചെങ്കിലും ശൂന്യമായ അന്തരീക്ഷം മാത്രമാണ് കണ്ടത്. തന്റെ അമാനുഷികമായ ഒളിപ്പോരു വിദ്യ ഉപയോഗിച്ച് ലോകത്തേക്ക് അപ്രത്യക്ഷനാകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് അയാളുടെ ശിക്ഷാകാലാവധി ഔദ്യോഗികമായി അവസാനിച്ചുവെന്ന വാർത്ത അയാളെ തേടിയെത്തുന്നത്. ഇങ്ങനെ ഒരു ബുദ്ധി കൂടിയവൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ?